എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടൊരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാരണം വന്നിട്ട് അതിനൊരു ബ്രേക്ക് ഉണ്ടാവുന്ന കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ട് അടുത്തൊരു സെക്ഷനിലേക്ക് ഞാൻ കടക്കാണ്. അപ്പോൾ അതാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ കണ്ണിന് നാളെ പരീക്ഷയുണ്ടേ, അപ്പോൾ അവനിരുത്തി പഠിപ്പിക്കുകയാണ്. എനിക്ക് ചെറിയൊരു പനിയൊക്കെ ആയതുകൊണ്ട് ട്യൂഷനൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ആരിയിരിക്കുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വിഷ്ണു ആണോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. വിഷ്ണു അല്ല കേട്ടോ, എൻ്റെ ചിറ്റയുടെ മോൻ വന്നതാ. അപ്പോൾ അവൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ നാട്ടിൽ ലീവിന് വന്നപ്പോൾ അവൻ വന്നതാട്ടോ. അപ്പോൾ ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ വന്നിട്ട് ഒരു തണ്ണിമത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് മുറിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ടുള്ള എല്ലാം എടുത്തൊക്കെ വെക്കാണേ. ഒരേ ഒരു മാസം കഷ്ടിച്ച് ലീവ് കിട്ടിയിട്ട് നാട്ടിലെത്തിയതാട്ടോ അവൻ. അങ്ങനെ ആ ഒരു സമയത്തും ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ അങ്ങനെ ഒരു സ്നേഹമാട്ടോ ഞങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിലുള്ളത്. എനിക്ക് വിഷ്ണു എങ്ങനെയാണോ അതുപോലെ തന്നെ വിഷ്ണുവിന് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആട്ടോ ഇവർക്കും ഞാനും ഇവരോട് ഞാനും അങ്ങനെ ഒരു സ്നേഹബന്ധാട്ടോ. അതുകൊണ്ടാണല്ലോ അവൻ ഇവിടെ ഇത്രയും ദൂരത്ത് ഞാൻ ഈ എറണാകുളത്തായിട്ടും അമ്പലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് അവന് നിൽക്കാം ഒരു ദിവസം നിൽക്കാനായിട്ട് അങ്ങനെ തോന്നുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കുഞ്ഞിലെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ച ആ ഒരു ബോണ്ടാണ് ഇപ്പോഴും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. ഏത് രാജ്യത്താണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും എന്നും ഒരു വിളിപ്പാടകലെ ഞാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് അവരുണ്ട് എന്നൊരു തോന്നലാട്ടോ എപ്പോഴും ഉള്ളത്. എപ്പോഴും കുറേ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ ഉണ്ണാനുണ്ടായെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടാട്ടോ അതൊക്കെ ചെയ്യാം. പക്ഷെ ആരെങ്കിലുമൊക്കെ അതാ ഉണ്ണാനുള്ള സമയത്ത് തീരെ ഒരു കറി ഇല്ലാത്തൊരവസ്ഥയായി പോയിട്ടാ ഇന്ന്. എന്ന് വെച്ചാൽ എനിക്ക് തീരെ പാടില്ലായിരുന്നു. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ മതി എന്ന് ഇവർ പറഞ്ഞിട്ടും എനിക്ക് പിന്നെ ഒരു സങ്കടം പോലെയായിരുന്നു. എങ്ങനെയാ വല്ലപ്പോഴും ഒന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അക്കെ ഞാൻ ഈ ചിക്കനൊക്കെ കഴിച്ച് മടുത്തിട്ടാണ് വന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു കറി മതി, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കിട്ടിയത് ചാളയായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിച്ച് വെച്ച് വറുത്ത് ഇപ്പോൾ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കറികളൊക്കെ 2 ദിവസമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു. ഇന്നിപ്പോൾ പനി ആയതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ക്ഷീണം അങ്ങനെ വന്നത്. അപ്പോൾ ആ സമയത്ത് വിഷ്ണു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കൺമണി അവൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുവേ. അവനെ ഭയങ്കര കാര്യം അവൾക്ക്. ഇവനിങ്ങനെ വഴക്കൊന്നും പറയില്ലല്ലോ, ഭയങ്കര സ്നേഹമാണല്ലോ. അത് കാരണം ഇവൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കും, എൻ്റെ അടുത്തേക്ക് പിന്നെ വരില്ല. അപ്പം പിന്നെ അവൻ വന്നു കഴിഞ്ഞ് ഇനി ഞങ്ങൾ എല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാട്ടോ കിടക്കുന്നത്. ആ സമയത്ത് ഞാൻ ചോറ് എടുക്കാനായിട്ട് പോയിട്ടാ. അപ്പോൾ ഇവർ ഭയങ്കര കളിയായിരുന്നു ഇവിടെ. കണ്ണൻ ആ സമയത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവന് ഇന്ന് ക്ലാസ് ഉള്ള ദിവസം ശനിയാഴ്ച. ഇത് ഞാനൊരു വെള്ളിയാഴ്ച വൈകുന്നേരം ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ക്ലാസ് ഉള്ളതുകൊണ്ട് അവനെ നേരത്തെ കിടത്തി ഏട്ടനെ ഉറക്കിയായിരുന്നു. അല്ലേ, രാവിലെ ഇരുന്നേക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചിട്ട്. അതുകൊണ്ട് കണ്ണൻ ഈ സമയത്തില്ല, സീനിലില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഒക്കെ ഉറങ്ങി. 10 മണിയായല്ലോ വിഷ്ണു വന്നപ്പോൾ. ഇപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിടുന്നതിലെ ഒരു സന്തോഷം ഇതുകൂടിയാണ് കേട്ടോ. ഞാൻ നാളെ ഇതെല്ലാം മറന്നുപോയാലും എന്നെ ഓർമ്മിപ്പിക്കാൻ ഇതെല്ലാം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊരു സന്തോഷമാണ്. അങ്ങനെതാ ഞങ്ങളുടെ സന്തോഷം ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടാ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി നാളത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഞാൻ കാണിക്കുന്നുണ്ടേ. അപ്പോൾ നാളെ വരുന്ന വീഡിയോ ഇന്ന് വരുന്ന വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.